ഇവിടെ 3 വീതമുള്ള കുത്തുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. നമ്മൾ 3 വീതമുള്ള കുത്തുകൾ ഇട്ട് കൊടുത്തിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടുക്ക് 5 കുത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 3, പിന്നെ 1 അങ്ങനെയാണ് കുത്തുകൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപയോഗിച്ച് എങ്ങനെയാണ് കോലം വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ റൗണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 5 കുത്തുകൾ ഉപയോഗിച്ച് കോലമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടുക്ക് 5ഉം 2 സൈഡിൽ 3, പിന്നെ 1 ഇങ്ങനെയുള്ളതാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. 5 വീതമുള്ള 5 കുത്തുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ 4 സൈഡിലും ബോക്സ് വരച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ ബോക്സുകൾ വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഫുള്ള് പൂർത്തിയാക്കി. ഇനി നമ്മൾ ഇങ്ങനെയുള്ള കുത്തുകൾക്ക് റൗണ്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള രംഗോലി കോലം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ കളർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ 3 കോലങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോലങ്ങൾ, അതായത് കൂടുതൽ കുത്തുകളുള്ള കോലങ്ങൾ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള കോലങ്ങളും നമുക്ക് ഇത് ചെയ്യാം. കളർ പൊടികളൊക്കെ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ഭംഗിയുള്ള മനോഹരമായ നമ്മുടെ മുറ്റമെല്ലാം അലങ്കരിക്കാൻ പറ്റുന്ന അടിപൊളി കോലങ്ങളുമായി എത്തുന്നതാണ്. അപ്പോഴത്തെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക.